Hi friends, welcome back to my channel Sims Nurses Corner. As usual, നമ്മളുടെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മീസിൽസ് droplet nuclei. Okay, mode of transmission of measles, that is droplet nuclei. And the measles is caused by paramyxovirus. Okay, ഇപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. പാരാമിക്സോവൈറസ് ആണ് മീസിൽസ് കോസ് ചെയ്യുന്ന കോസേറ്റീവ് ഓർഗാനിസം. Next one, electrolyte abnormality seen in Addison's disease. Okay, electrolyte abnormality seen in Addison disease, that is hyperkalemia and hyponatremia. Next one, nursing assessment finding with early sign of ICP. Nursing assessment find ICP intracranial pressure, change in level of consciousness ആണ്. Okay, increased ICP യുടെ ഫസ്റ്റ് early sign എന്ന് പറയുന്നത്. Next one, the nurse is aware that the ability to enter into life of another person and perceive his current feelings and their meanings. Okay, current feelings, ability to enter into the life of another person and perceive his current feelings and their meaning is empathy. Okay, sympathy ഉണ്ട്, empathy ഉണ്ട്. അതിൽ empathy ആണ് nurse-ന് വേണ്ടത്. Feeling with others. Okay, empathy means feeling with others and sympathy means feeling for others. Okay, next one, brief account of any incident that has been occurred. Brief account, ഇത് രണ്ട് മൂന്നെണ്ണം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. Anecdote. Okay, anecdote. Next one, therapeutic dose of lithium. Therapeutic dose of lithium is therapeutic dose of lithium 900 to 1500 milligram per day ആണ്. Okay, 9000 to 1500 milligram per day ആണ്. അതിൻ്റെ ഒരു ലിറ്റർ കണക്ക് പറയുകയാണെങ്കിൽ 0.6 to 1.2, ഇതാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. 0.6 to 1.2 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. ഓക്കെ,
ലിഥിയത്തിൻ്റെ തെറാപ്യൂട്ടിക് 0.6 to 1.2 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ. ഇതാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. ഇത് പെർ ഡേ വന്നിരിക്കുന്ന ഓപ്ഷൻ ആയതുകൊണ്ട് 900 to 1500 milligram per day ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, എ സെക്ഷൽ ഡിസോർഡർ ഇൻ വിച്ച് പേഷ്യൻ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദി ആക്ട് ഓഫ് ടച്ചിങ് ആൻഡ് റബ്ബിങ് ആൻഡ് അൺസസ്പെക്ടിങ് പേഴ്സൺ യൂഷ്വലി ഓഫ് അതർ സെക്സ്. ഓക്കെ, നമ്മൾ സെക്ഷൽ ഡിസോർഡേഴ്സ് കുറേ ഉണ്ട് സൈക്യാട്രിക്കിൽ. അതിനകത്ത് അതർ പേഴ്സണിൻ്റെ, അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള പേഴ്സണെ റബ്ബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെക്ഷൽ ഡിസോർഡർ, അങ്ങനെ ഒരു ആ ഒരു ഡിസോർഡറിന് പറയുന്നതാണ് ഫ്രോട്ടറിസം. ഓക്കെ, ഫ്രോട്ടറിസം ഒരുപാടുണ്ട്. എക്സിബിഷനിസം, വോയറിസം, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെക്കൻഡ് ട്രൈമസ്റ്റർ റിക്കറൻറ്റ് അബോർഷൻ. സെക്കൻഡ് ട്രൈമസ്റ്റർ റിക്കറൻറ്റ് അബോർഷൻ്റെ പോസ്റ്റ് കോമൺ കോസ് ടോർച്ചാണ്. ടോർച്ച് ഇതിന് മുന്നേ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്, ടോർച്ച് ഇൻഫെക്ഷൻ. ഓക്കെ, പ്രൈമറി ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ളത് എപ്പോഴും ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ളത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നെക്സ്റ്റ് വൺ, ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് ആങ്സൈറ്റി ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ഫിസിക്കൽ സിംറ്റംസ്. ആങ്സൈറ്റി, അതായത് പേഷ്യൻറ്റിന് ഇപ്പോൾ ആങ്സൈറ്റി എന്തെങ്കിലും ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഫിസിക്കൽ സിംറ്റംസ്, ഹെഡ് ഏക്ക് ആണ് അല്ലെങ്കിൽ അബ്ഡോമൻ പെയിൻ ആണ് എന്ന് പറഞ്ഞ് ഒഴിയുന്ന ആ ഒരു ഇതിനെ കൺവേർഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, കൺവേർഷൻ. നെക്സ്റ്റ് വൺ, അംബലിക്കൽ കോഡ് ഹാസ്. അംബലിക്കൽ കോഡ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് 2 arteries and 1 V. 2 A's and 1 V എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 2 arteries and 1 V ആണ് അംബലിക്കൽ കോഡിൽ. നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ ആൻഡ് ഡേഞ്ചറസ് എക്സ്പോഷർ ടു റേഡിയേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി. 2 arteries and 1 vein ആണ്. അംബലിക്കൽ കോഡ് ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്. അംബലിക്കൽ കോഡിൽ 2 arteries and 1 vein. നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ ആൻഡ് ഡേഞ്ചറസ് എക്സ്പോഷർ ടു റേഡിയേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി ഈസ് ത്രൂ CT സ്കാൻ. ഓക്കെ, CT സ്കാൻ ആണ് മോസ്റ്റ് റേഡിയേഷനും ഡേഞ്ചറസ് എക്സ്പോഷർ ഉള്ളത്. അതിൻ്റെ ഓപ്ഷൻസിൽ ഉണ്ടാകുന്നത് USG, എക്സ്റേ, ചെസ്റ്റ് ആൻഡ് MRI. ഇതിനകത്ത് CT ഉണ്ടാകുന്നത്. അപ്പോൾ CT സ്കാൻ ആണ് മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 arteries and 1 vein. ഓക്കെ, umbilical cord. Then next one, an important intervention in monitoring the dietary complaints of a client with a bulimia. Anorexia nervosa and bulimia nervosa ഉണ്ട്. anorexia nervosa ഫുഡ് കഴിക്കില്ല, bulimia nervosa ഓവറായിട്ട് ഈറ്റ് ചെയ്തതിന് ശേഷം വൊമിറ്റ് ചെയ്ത് കളയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിന് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ എന്താണ്, ഒബ്സർവിങ് ഫോർ 1 to 2 hours ആഫ്റ്റർ മീൽസ്. ഓക്കെ, വൊമിറ്റ് ചെയ്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് 1 to 2 hours ആഫ്റ്റർ മീൽസ് ആണ് ഒബ്സർവ് ചെയ്യണം. അതാണ് അതിൻ്റെ നഴ്സിംഗ് ഇൻ്റർവെൻഷൻ പറയുന്നത്. നേരത്തെ പല സെക്ഷൽ ഡിസോർഡേഴ്സ് ഒന്ന് നോക്കിപ്പോൾ ഫസ്റ്റ് വൺ, ഫെറ്റിഷിസം. സെക്ഷൽ ആക്ടിവിറ്റി വിത്ത് നോൺ ലിവിങ് ഒബ്ജക്ട്സ്. നോൺ ലിവിങ് ഒബ്ജക്ട്സുമായിട്ട് സെക്ഷൽ ആക്ടിവിറ്റിയുള്ള ഫെറ്റിഷിസം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ് ഏതെങ്കിലും ഒരെണ്ണം. നെക്സ്റ്റ് വൺ, ട്രാൻസ്വെസ്റ്റിസം. പേര് പോലെ തന്നെ സെക്ഷൽ ഡിസയർ ഒക്കേഴ്സ് ബൈ വെയറിങ് ക്ലോത്ത്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഓപ്പോസിറ്റ് സെക്സിൻ്റെ ക്ലോത്ത് ഡ്രസ്സ് വിയർ ചെയ്യുന്നതുകൊണ്ട് സെക്ഷൽ ഡിസയർ അറ്റൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, സെക്ഷൽ സാഡിസം. അത് കുറച്ചുകൂടെ ക്രൂവലാണ്, സാഡിസ്റ്റ് ആണ്. അതായത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഞ്ചുറി ടു ഓപ്പോസിറ്റ് സെക്സ്. എക്സാമ്പിൾ റേപ്പ് ഓർത്ത് വയ്ക്കുക, അതാണ് സെക്ഷൽ സാഡിസം. നെക്സ്റ്റ് വൺ, എക്സിബിഷനിസം. എക്സ്പോഷർ ഓഫ് വൺസ് ജെനൈറ്റാലിയ ടു സ്ട്രേഞ്ചേഴ്സ്. എക്സിബിഷൻ പോലെ പ്രദർശിപ്പിക്കുന്നു, അതാണ് ഉദ്ദേശിച്ചാൽ മതി എക്സിബിഷനിസം. നെക്സ്റ്റ് വൺ, പീഡോഫിലിയ. അത് ചിൽഡ്രൻ്റെ അടുത്ത് സെക്ഷൽ ആക്ടിവിറ്റി കാണിക്കുന്നത് പീഡോഫിലിയ. നേരത്തെ പറഞ്ഞ ഫ്രോട്ടറിസം, ആക്ട് ഓഫ് ടച്ചിങ് ആൻഡ് റബ്ബിങ് അഗെയിൻസ്റ്റ് അൺസസ്പെക്ടിങ് പേഴ്സൺ. ഓക്കെ, അതാണ് ഫ്രോട്ടറിസം എന്ന് പറയുന്നത്. ഫ്രോട്ടറിസം, ഫെറ്റിഷിസം മറന്നു വരുത്. അതുപോലെ തന്നെ ഒരെണ്ണമുണ്ട് വോയറിസം, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ബൈ ഒബ്സർവിങ് അതേഴ്സ് ഡ്യൂറിങ് ഇൻ്റർകോഴ്സ് ഓർ വിയോങ് അനദേഴ്സ് ജെനൈറ്റാലിയ. ഓക്കെ, ഇൻ്റർകോഴ്സ് ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ അനദർ ജെനൈറ്റൽസ് കാണുന്നതുകൊണ്ട് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുന്നത്, അതാണ് വോയറിസം എന്ന് പറയുന്നത്. ഇത് രണ്ട് നേരത്തെ പറയുന്നത് തന്നെ. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വോയറിസം, ഫ്രോട്ടറിസം, ഫെറ്റിഷിസം. ഓക്കെ, നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ ഡിഫൻസ് മെക്കാനിസം, കൺവേർഷൻ. സ്ട്രോങ് ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ആർ എക്സ്പ്രസ്ഡ് ഓർ ആസ് കൺവേർട്ടഡ് ഇൻ ഫിസിക്കൽ സിംറ്റംസ്. അതായത് ഇപ്പോൾ എക്സാമിന് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പണിഷ്മെൻറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ചൈൽഡ് ഹെഡ് ഏക്ക് ആണെന്നോ അല്ലെങ്കിൽ അബ്ഡോമൻ പെയിൻ ആണെന്നുള്ള ഓരോ ഫിസിക്കൽ സിംറ്റംസ് കാണിച്ച് എസ്കേപ്പ് ആവുന്നു, അതാണ് കൺവേർഷൻ. നെക്സ്റ്റ്, സിമ്പതി ആൻഡ് എമ്പതി. സിമ്പതി, ഐ ഫീൽ യുവർ പെയിൻ, അത് എമ്പതി. ഓക്കെ, സിമ്പതി ആകുമ്പോൾ ഐ ആം സോറി ദാറ്റ് യു ആർ ഇൻ പെയിൻ, അതായത് കൂടുതലായിട്ട് അവരുടെ പെയിൻ അങ്ങ് സഫർ ചെയ്യുന്ന ആ ഒരു ഇത് വേണ്ട. നഴ്സിന് എപ്പോഴും എമ്പതിയാണ് ആവശ്യം. ഓക്കെ, നേരത്തെ പറഞ്ഞ ടോർച്ച് ഇൻഫെക്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ടോർച്ച് ഏതൊക്കെയാണ്? ടോക്സോപ്ലാസ്മോസിസ്, റുബെല്ല, സൈറ്റോമെഗാല വൈറസ് ആൻഡ് ഹെർപ് സിംപ്ലെക്സ്. ഓക്കെ, ടോക്സോപ്ലാസ്മോസിസ്, റുബെല്ല, സൈറ്റോമെഗാല വൈറസ് ആൻഡ് ഹെർപ് സിംപ്ലെക്സ്.
Vaccines contraindicated in pregnancy. Rubella contraindicated on. Okay. Next one. Portion of brain responsible for taste, smell and hearing. Taste, smell and hearing, that is temporal. Okay. Temporal region ആണ് taste, smell and hearing. ഇങ്ങനത്തെ ബ്രോക്കാസ് ഏരിയ ഉണ്ട്, വെർണിക്സ് ഏരിയ ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോക്കാസ് ഏരിയ ഫ്രോണ്ടൽ റീജിയനും വെർണിക്സ് ഏരിയ ലെഫ്റ്റ് ടെമ്പോറൽ റീജിയനിലാണ് വരുന്നത്. ഓക്കെ. ബ്രോക്കാസ് ഏരിയ സ്പീച്ചിനും വെർണിക്സ് ഏരിയ ലാംഗ്വേജിൻ്റെ കൺഫാബുലേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് കോർഡിനേറ്റ് ചെയ്യുന്നത് വെർണിക്സ് ഏരിയ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ചിൽഡ്രൻ ഓഫ് ഏജ് അറ്റ് ഗ്രേറ്റർ റിസ്ക് ഓഫ് ആക്സിഡൻ്റൽ പോയ്സണിങ്. ഓക്കെ. ആക്സിഡൻ്റൽ പോയ്സണിങ്ങിൽ ഗ്രേറ്റർ റിസ്ക് 4 year ചൈൽഡ്. അതിനകത്ത് 6 month, 12 year, 13 year ഇതായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതിൽ 4 year ചൈൽഡ്. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ടോഡ്ലേഴ്സ് ആണ് കൂടുതലായിട്ട് ആക്സിഡൻ്റൽ പോയ്സണിങ്ങിന് ചാൻസ് ഉള്ള റിസ്ക് ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഫോർ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൻ്റെ എക്സാമ്പിൾ ഡിഫിഡിപ്പിൻ, വെരാപ്പമിൽ. എപ്പോഴും ചോദിക്കുന്നതാണ് ഡിഫിഡിപ്പിൻ, വെരാപ്പമിൽ. അതുപോലെ തന്നെ ബീറ്റാ ബ്ലോക്കേഴ്സ്, അറ്റിനലോൾ, പ്രൊപ്പനലോൾ, അതുപോലെയുള്ള ലോൾ വരുന്ന എല്ലാം ബീറ്റാ ബ്ലോക്കേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് വൺ, കൊറോണറി ആർട്ടറീസ് ആർ ബ്രാഞ്ചസ് ഓഫ്. കൊറോണറി ആർട്ടറി ഏതിൻ്റെ ബ്രാഞ്ചസ് ആണ്? അസെൻഡിങ് അയോർട്ടയുടെ ബ്രാഞ്ചസ് ആണ് കൊറോണറി ആർട്ടറി. ഓക്കെ. ആർട്ടറി സപ്ലൈയിങ് ഹാർട്ട് മസിൽസ് ആണ് കൊറോണറി ആർട്ടറി. ഓക്കെ. നെക്സ്റ്റ് വൺ, ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ പ്രോപ്പർട്ടി ഉള്ള ഗ്ലാൻഡ് പാങ്ക്രിയാസ് ആണ്. ഓക്കെ. ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ. ഇനി ഡക്ലെസ് ഗ്ലാൻഡ് ഏതാണ്? ലിവർ ആണ്. ലിവർ ആണ് ലാർജസ്റ്റ് ഗ്ലാൻഡ്. ഡക്ലെസ് ഗ്ലാൻഡ്സ് മീൻസ് ഹോർമോൺസ് ബ്ലഡിലേക്കാണ്. സോറി, ഡക്റ്റഡ് ഗ്ലാൻഡ് ആണ്. ഓക്കെ. Endocrine glands are ductless gland and exocrines are ducted glands. Okay. So next one, the color of nitrous oxide cylinder. Nitrous oxide cylinder color blue ആണ്. Okay. Blue ആണ് nitrous oxide. Oxygen അത് black and white ആണ്. Next one, ഇതെല്ലാം question ആണ്. Next one, drug or fluid introducing into the bone marrow. It is called intraosseous route. Okay. Intraosseous route ആണ് bone marrowയിലേക്ക് introduce ചെയ്യുന്നത്. Next one, a disorder of motor activity in which an individual repeatedly touches the neck or lifts the shoulder while talking. അതായത് എക്സസീവായിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഷോൾഡർ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന അതിനെന്താ പറയുന്നത്? മാനറിസം എന്നാണ് പറയുന്നത്. ഓക്കെ. മാനറിസം. Next, a patient is mute and immobile but conscious and unresponsive to environment. That is called stupor state. Okay. Stupor. Immobile ആയിരിക്കും but conscious and unresponsive ആയിരിക്കും. stupor കൂടുതലായിട്ട് കാറ്റട്ടോണിക് സ്കിസോഫ്രീനിയയിലാണ് കാണുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഗോജ് ഓഫ് ഇൻട്രാഡെർമൽ നീഡിൽ. 26 ഗോജ് ആണ്. നീഡിൽ ലെങ്ത് 1/4 to 3.8 inch ആണ്. ഓക്കെ. 26 ഗോജ് ആണ് ഐഡിയൽ ഇൻട്രാഡെർമൽ നീഡിൽ. നേരത്തെ പറഞ്ഞ കൊറോണറി ആർട്ടറി ഇതാണ്. ഇത് ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, ഇത് ലൈറ്റ് കൊറോണറി ആർട്ടറി, ഇത് ആർച്ച്. ഓക്കെ. അസെൻഡിങ് അയോർട്ട. നേരത്തെ നൈട്രസ് ഓക്സൈഡിൻ്റെ സിലിണ്ടർ ആണ്. ബ്ലൂ കളർ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെച്ചാണ്, ഓർത്തിരിക്കാൻ വേണ്ടി. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഓഫ് ഹൈപ്പർകലീമിയ. ഹൈപ്പർകലീമിയ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻസുലിൻ ഡെക്സ്ട്രോസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഇൻസുലിൻ ഡെക്സ്ട്രോസ്. നെക്സ്റ്റ് വൺ, വൈറ്റമിൻ വിച്ച് ഹെൽപ്പ് നോർമൽ പൊട്ടാസ്യം ലെവൽ 3.5 to 5 ആണ്. ഓക്കെ. 5. നെക്സ്റ്റ് വൺ, വൈറ്റമിൻ വിച്ച് ഹെൽപ്സ് ഇൻ wound healing, that is vitamin C. Vitamin which helps in wound healing, that is vitamin C. Next one, most dangerous method of suicide. Most dangerous method of suicide ആണ് യൂസ് ഓഫ് ഗൺ ആണ്. അതിനകത്ത് ഉണ്ടായിരുന്ന ഓപ്ഷൻസ് റെസ്റ്റ്, കട്ടിങ്, ടേക്കിംഗ് പോയിസൺ, ഡ്രൗണിങ്. ഇതിൽ മോസ്റ്റ് ഡേഞ്ചറസ് ഇതാണ് യൂസ് ഓഫ് ഗൺ. മറ്റ് ബാക്കിയുള്ളതെല്ലാം ചാൻസ് ഓഫ് സർവൈവൽ കൂടുതലാണ്, ബട്ട് യൂസ് ഓഫ് ഗൺ സഡൻ ആണ്. നെക്സ്റ്റ് വൺ, ഡ്യൂറേഷൻ ഓഫ് ഐസൊലേഷൻ ഓഫ് ചൈൽഡ് വിത്ത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് പേഷ്യൻറ്റിന് എത്ര ദിവസം ഐസൊലേഷൻ വേണമെന്നുള്ളത്. 48 hours ആഫ്റ്റർ ഇനിഷ്യേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 48 hours ഐസൊലേഷൻ വേണം. നെക്സ്റ്റ് വൺ, ചൈൽഡ് ഹു ഈസ് റിസീവിങ് കീമോതെറാപ്പി നീഡ് ടു അവോയ്ഡ്. കീമോതെറാപ്പി പേഷ്യൻസ് ക്രൗഡഡ് പീപ്പിൾ. എന്തുകൊണ്ടാണ്? ഇമ്മ്യൂണോ കോംപ്രമൈസിനാണ്. അപ്പോൾ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ഹൈ ആണ്. അതുകൊണ്ട് ക്രൗഡഡ് പീപ്പിളിനെ അവോയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, the term educable. ബോൺ മാരോ സപ്രസർ ആവുന്നതുകൊണ്ടാണ് ഈ കീമോതെറാപ്പി പേഷ്യൻസിന് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആകുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ ടേം എഡ്യൂക്കബിൾ ഈസ് യൂസ്ഡ് ഇൻ MR കാറ്റഗറി. മെൻ്റൽ റിട്ടാർഡേഷൻ കാറ്റഗറി ഓഫ് മൈൽഡ് MRനാണ് എഡ്യൂക്കബിൾ എന്നൊരു കാറ്റഗറി. അതായത് 50 to 70 വരെ വരുന്ന ആ ഒരു IQ വരുന്ന ചിൽഡ്രനെയാണ് മൈൽഡ് MR എന്ന് പറയുന്നത്. അവർ എഡ്യൂക്കബിൾ ആണ്. Next one, the absence of which pulse may not be significant when patient admitted in the hospital. Hospital admit ചെയ്യുന്ന സമയത്ത് നമ്മൾ പെഡൽ പൾസ്
അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല. എപ്പിക്കൽ, ഫീമറൽ, റേഡിയൽ ഇതെല്ലാം മെയിൻ പൾസസ് ആണ്, കോമൺ പൾസസ് ആണ്. പെഡൽ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നത്, ഇത് 4 അതിൽ പെഡലാണ് നോട്ട് സിഗ്നിഫിക്കൻ്റ്. നെക്സ്റ്റ് വൺ. പോളിയോ ഈസ് മെയിൻലി ഇൻഫെക്ഷനോ? പോളിയോ എന്താണ്? എലിമെൻ്ററി ട്രാക്ട്. ഓക്കെ, എലിമെൻ്ററി ട്രാക്ടിൻ്റെ ഇൻഫെക്ഷനാണ് പോളിയോ എന്ന് പറയുന്നത്. എലിമെൻ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഈസ് പോളിയോ. പോളിയോ ആണ് എലിമെൻ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. നെക്സ്റ്റ് വൺ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഹാൻഡ് വാഷിംഗ് ഈസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാൻഡ് വാഷിംഗ്. എത്രത്തോളം ഫ്രിക്ഷൻ കൂടുന്നു അത്രത്തോളം മൈക്രോ ഓർഗാനിസം ഡെത്ത് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ബോയിലിംഗ് വാട്ടർ ഹെൽപ്സ് ഇൻ കില്ലിംഗ് ഓൾ ഓർഗാനിസം എക്സെപ്റ്റ്. ബോയിലിംഗ് വാട്ടർ ഹെൽപ്സ് ഇൻ കില്ലിംഗ് ഓൾ ഓർഗാനിസം എക്സെപ്റ്റ് സ്പോർട്സ്. സ്പോർട്സ് ബോയിലിംഗ് ചെയ്താൽ ഡെത്ത് ആകില്ല എന്നാണ് പറയുന്നത്. ഓട്ടോക്ലേവിങ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ചില സ്പോർട്സ് ഡെത്ത് ആകാറുണ്ട്, എന്നാലും കോമൺലി സ്പോർട്സ് ഡെത്ത് ആകില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ. നോർമൽ ഇലക്ട്രോലൈറ്റ് ലെവൽ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് സോഡിയം 135 to 145 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ. നെക്സ്റ്റ് വൺ. പൊട്ടാസ്യം 3.5 to 5.5. 5.5 അല്ലെങ്കിൽ 5. ഓക്കെ, അത് ഓരോ ലാബ് അനുസരിച്ചിരിക്കും. 3.5 to 5.5 ആണ്, ഏകദേശം ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ. കാൽസ്യം 8.4 to 10.4. 8.8 to 10.4 ആണ് കാൽസ്യത്തിൻ്റെ നോർമൽ. മെഗ്നീഷ്യം 1.4 to 2.1 ആണ്, ഏകദേശം ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് ഓരോ ലാബിനനുസരിച്ച് ചേഞ്ച് വരും, ഏകദേശം വാല്യൂ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ക്ലോറൈഡും ഫോസ്ഫേറ്റും ഒന്നും നേരത്തെ പറഞ്ഞ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് MR ആണ്. അതിനകത്ത് മൈൽഡ് എജ്യൂക്കബിൾ ആണ്, 50 to 70% ഒരാൾക്ക് വരുന്നതാണ് മൈൽഡ് എജ്യൂക്കബിൾ. മോഡറേറ്റ് ട്രെയിനബിൾ ആണ്, അതായത് 35 to 49 അല്ലെങ്കിൽ 35 to 50 ആണ് മോഡറേറ്റ് അല്ലെങ്കിൽ ട്രെയിനബിൾ. നെക്സ്റ്റ് വൺ. സിവിയർ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് 20 to 35. സിവിയർ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് 20 to 35. പ്രൊഫൗണ്ട് ലെസ് ദാൻ 20. ഓക്കെ, ഇതിനകത്ത് മൈൽഡ്, മോഡറേറ്റ്, പ്രൊഫൗണ്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, 50 to 70, 35 to 49, സിവിയർ 20 to 35, പ്രൊഫൗണ്ട് ലെസ് ദാൻ 20. സോ ഇന്നത്തെ വീഡിയോ ഇരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ലക്ക്.